ഹായ് ഫ്രണ്ട്സ്, ഞാൻ മുഹമ്മദ് സിദ്ദീഖ് പുത്തഞ്ചാലിൽ. വാഹനാപകടങ്ങളോ അല്ലെങ്കിൽ വാഹനങ്ങളുടെ ചെറുതായിട്ടുള്ള ചില തട്ടുകളോ മുട്ടുകളോ ഒക്കെ സംബന്ധിച്ച് ഇൻഷുറൻസുമായി നമ്മൾ ബന്ധപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു മിസ്സിങ്ങിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. വാഹനങ്ങൾക്ക് പ്രധാനമായും ഫുൾ കവർ ഇൻഷുറൻസ് അല്ലെങ്കിൽ അതിൻ്റെ ചില വകഭേദങ്ങൾ ബമ്പർ ടു ബമ്പർ എന്നൊക്കെയുള്ള രീതിയിൽ, അതായത് എന്ത് അപകടം സംഭവിച്ചാലും വാഹനത്തിനും അതിലെ യാത്രക്കാർക്കും ഒക്കെ മുഴുവനായ നഷ്ടപരിഹാരം ലഭിക്കുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് നമ്മൾ പൊതുവിൽ ഫുൾ കവർ എന്ന് പറയാറുണ്ട്. അത് നിർബന്ധമില്ല. തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം റോഡിൽ ഇറക്കാൻ കഴിയുകയില്ല. അത് കുറ്റകരമാണ്. അപ്പോൾ ഈ തേർഡ് പാർട്ടി നിർബന്ധമാക്കുന്നത് നമ്മുടെ വാഹനം കൊണ്ട് മറ്റാർക്കെങ്കിലും ഒരു പരിക്ക് സംഭവിച്ചാൽ അയാൾക്ക് അത് ചികിത്സിച്ച് ഭേദമാക്കുന്നതിനുള്ള സാമ്പത്തിക ശേഷി നമുക്ക് ഇല്ലാത്തൊരു സാഹചര്യം വന്നാൽ അയാൾക്ക് അതിനെ ചികിത്സിക്കാൻ കഴിയാതെ വരും. അതുകൊണ്ടാണ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടുള്ളത്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് സംബന്ധിച്ച് പൊതുവിൽ നമുക്ക് ഒരു ധാരണയുണ്ട്. ഈ അപകടം പറ്റിയ ആൾക്ക്, ആ വ്യക്തിക്ക് മാത്രമേ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കൊണ്ടുള്ള ചികിത്സയോ അല്ലെങ്കിൽ മറ്റു നഷ്ടപരിഹാരങ്ങളോ നൽകാൻ കഴിയുകയുള്ളൂ എന്നൊരു പൊതുധാരണയുണ്ട്. പക്ഷെ തേർഡ് പാർട്ടിയുടെ വ്യവസ്ഥകളിൽ പറയുന്നത് നമ്മുടെ വാഹനം കൊണ്ട് ഒരു തേർഡ് പാർട്ടിക്ക്, വ്യക്തിക്കോ അല്ലെങ്കിൽ അയാളുടെ വാഹനങ്ങൾക്കോ വസ്തുവകകൾക്കോ എന്തെങ്കിലും നാശം സംഭവിച്ചാൽ അത് ഈടാക്കാൻ അല്ലെങ്കിൽ അത് കൊടുക്കാൻ തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, തേർഡ് പാർട്ടി ആയ വ്യക്തിക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വാഹനത്തിനോ അല്ലെങ്കിൽ വസ്തുവകകൾക്കോ നാശം സംഭവിച്ചാൽ അതിനുള്ള നഷ്ടപരിഹാരം ഈ തേർഡ് പാർട്ടി തേർഡ് പാർട്ടി ഇൻഷുറൻസിൽ നിന്ന് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ്. പലപ്പോഴും അശ്രദ്ധ കൊണ്ട് ആരും അത് ചെയ്യാറില്ല. മറ്റൊരു തേർഡ് പാർട്ടിയുടെ വാഹനത്തിനോ മറ്റോ എന്തെങ്കിലും സംഭവിച്ചാൽ തേർഡ് പാർട്ടി ക്ലെയിം ചെയ്യാനായിട്ട് ശ്രമിക്കാറില്ല. ഇങ്ങനൊരു വ്യവസ്ഥ അതിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആർക്കും ഒരു പ്രശ്നം വരാതിരിക്കട്ടെ, അത് ഉപയോഗിക്കേണ്ടതായ ഒരു സാഹചര്യം ആർക്കും വരാതിരിക്കട്ടെ. അഥവാ വന്നാൽ ഇങ്ങനൊരു വ്യവസ്ഥ അതിലുണ്ട്. തേർഡ് പാർട്ടിയുടെ വാഹനത്തിനും വസ്തുവകകൾക്കും കൂടി അതിൽ നിന്നും നഷ്ടപരിഹാരം നൽകാനുള്ള വ്യവസ്ഥയുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുക.